ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നുണ്ടല്ലോ രാത്രി 10 മണിയായപ്പോൾ സീമുത്തിനൊരാഗ്രഹം എന്തെങ്കിലും ബീഫോ ചിക്കനോ വരട്ടിയതും പുട്ടും കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് അതങ്ങ് നടത്തി കൊടുക്കുക. ഫ്രിഡ്ജിലാണെങ്കിൽ ബീഫ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ആക്കുന്നൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ഇതാ. അപ്പോൾ ഇതാ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 2 ചെറിയ വലിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ 2 പഴുത്ത തക്കാളി, 2 മുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ നമ്മൾ വലിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഇങ്ങനെ ക്യൂബാക്കിയിട്ട് അരിഞ്ഞത് കേട്ടോ. പിന്നെ വോയിസ് ഓവറിൽ നല്ല മഴയാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ സൗണ്ട് ചിലപ്പം കേൾക്കാം. അപ്പോൾ ഇതാ കുക്കർ ചൂടാൻ്റെ ശേഷം ഒരു ടേബിൾ സ്പൂണിൽ ഓയിൽ ഒഴിക്കുക. കാരണം കുറച്ച് മതി, കാരണം നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലൊന്ന് തൂമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മതി ഓയിൽ. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഒന്നിടാം. പിന്നെ ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും എല്ലാം ഇടാം കേട്ടോ. പിന്നെ ഏതൊരു ഫിലിമിൽ പറഞ്ഞ മാതിരി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ ആഗ്രഹം നമ്മളങ്ങ് സാധിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. രാത്രി സമയം ഒന്ന് പുറത്ത് പോയിട്ട് വാങ്ങിയിട്ടൊന്നും ചെയ്യുന്നില്ല. അവനങ്ങനെ പറഞ്ഞപ്പോൾ ഫ്രിഡ്ജിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ ചെയ്ത് കൊടുക്കുക വിചാരിച്ച്. ഫുഡെല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വെച്ച ഫുഡെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത് പണി എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂടാൻ്റെ ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി, ഇത് ചെറിയ ജീരകം കേട്ടോ, ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം ഇടാം. അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ കുറച്ച് ഉലുവ ഇടാം. ഇത് നമ്മൾ ഫിസലിടിക്കുമ്പോൾ ചില വേവുമ്പോൾ അത് മൊത്തം വെന്തൊടിയും. ജീരകവും ഉലുവയും നമുക്ക് കാണാനേ കിട്ടില്ല. കാരണം ബീഫുമ്പോൾ അത്യാവശ്യം നമ്മൾ വേവിക്കല്ലോ. പക്ഷെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതില്ലേ ഇത് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിൽ വെള്ളം ഏകദേശം ബീഫിൽ വെള്ളം ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് ഓവർ വെള്ളം വേണ്ട, കാരണം നമ്മളിതൊരു കുഴമ്പ് രൂപത്തിൽ ആണല്ലോ എടുക്കുന്നത്, ഒരു ഫ്രൈ ആക്കല്ലേ. അപ്പോൾ ഇതാ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് അടച്ചിട്ടൊരു 5 or 6 ഫിസിൽ വേവിക്കട്ടോ. അത്ര മതി. ഈ ബീഫിന് അത്ര വേവില്ല. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതാ പുട്ടിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അജ്മീൻ്റെ പുട്ടുപൊടി കേട്ടോ. പിന്നെ ഇതാ തേങ്ങയും കുറച്ച് ചിരണ്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പുട്ട് ഒരടുപ്പത്താവുമ്പോൾ നമുക്കിതാ ബീഫ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അത് ബാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീഫ് കണ്ടോ, വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല കറക്റ്റിൽ. അപ്പോൾ ഇതാ പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമ്മൾ എന്താക്കുക, നല്ല വെളിച്ചെണ്ണ. ഞാൻ ആട്ടുന്ന സ്ഥലത്തു നിന്ന് വാങ്ങുന്ന കേട്ടോ വെളിച്ചെണ്ണ, കടയിൽ നിന്ന് വാങ്ങലില്ല, ആട്ടുന്നിടത്തുനിന്ന് വാങ്ങുന്ന. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയേ, നമ്മളെ തേങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത്, അതിങ്ങനെ അത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ തേങ്ങ തന്നെ നമ്മൾ ബീഫിൽ വെന്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുട്ട് റെഡി ആവുന്നുണ്ട്. ഏകദേശം ഇതൊരു ബ്രൗൺ കളർ ആവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താക്കുക, നമ്മൾ വേവിച്ച് വെച്ച അത് മൊത്തം അതിലേക്ക് ഒഴിക്കാം. ലേശം ഞാനൊന്ന് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മസാലയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങോട്ടേക്ക് കഴുകി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിതിൽ മസാലപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് വെള്ളം വേണം, കാരണം ആ മസാലപ്പൊടിയൊക്കെ ഒന്ന് വേവണ്ടേ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് പിന്നെ കാശ്മീരി പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഞാൻ എരിവ് കുറവാക്കല്, കാരണം കുട്ടികളല്ലേ മെയിനായിട്ട് കഴിക്കാനുള്ളൂ ഇവിടെ. അപ്പം ഞാൻ അത് കാശ്മീരി പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിട്ടതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ബിരിയാണി മസാല കേട്ടോ, ഇറച്ചിക്ക് കൂടെ ബിരിയാണിക്ക് ഇടയ്ക്ക് നല്ല അടിപൊളിയാണ്. അപ്പോൾ അതും ഇതുപോലെ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ എന്ന് പറയാം, നമ്മൾ മന്തി മസാല പൊടിയില്ലേ, ആ പൊടിയാണ് ഇപ്പം ഞാൻ ഇടുന്ന 1 സ്പൂൺ നിറയെ മന്തി മസാലിൻ്റെ പൊടി ഇട്ടാണ്. നല്ല ടേസ്റ്റാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നോക്കും നിങ്ങൾ, ആ പൊടി ഇട്ടപ്പോൾ തന്നെ അത് ടൈറ്റായി. അപ്പോൾ അത് വേവാൻ എന്തായാലും കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം.
ഇപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുക, അതല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലുണ്ടല്ലോ, നമ്മൾ തമ്പാൽ, ഒന്നാം പാൽ എന്നൊക്കെ പറയണേ, അതും ഒഴിക്കുക കേട്ടോ. ഞാൻ പിന്നെ നൈറ്റ് അതിനെ കൊണ്ട് അത്ര റിസ്ക് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വേവട്ടെ, അത് വേവട്ടെ. അപ്പോൾ ഞാനിവിടെ മസാലപ്പൊടിയൊക്കെ ഇടുമ്പോൾ മൊത്തം തൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കൈയോടെ തന്നെ വൃത്തിയാക്കി നമുക്ക് നമ്മളെ പണി കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് നൈറ്റും അല്ലേ, പിന്നെ മടിയാവും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ക്ലീൻ ആക്കാൻ. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി മെയിനായിട്ട് നമുക്ക് സ്മെല്ലും വരാം, നമ്മൾ ആ ഒരു വായിൽ വെക്കുമ്പോൾ ടേസ്റ്റ് വരാന്ന് വെച്ചാൽ തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെയാണ്. എന്നിട്ട് നമ്മൾ ഇറക്കാൻ നേരത്തുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂണാണ്, 1 ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കാം. അത് നമുക്ക് ഒരു മസാലപ്പൊടിൻ്റെയും എല്ലാത്തിനും ഒരു ചോയ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഇട്ടാൽ അതിപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചിക്കൻ കറിക്കായാലും ആ മധുരം ഉണ്ടാവില്ല. അപ്പോൾ അത് സെറ്റായേ. അപ്പോൾ അത് സെറ്റായതിൻ്റെ കൂടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഹെവി ഫുഡാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സലാഡേ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അതാണ്ടോ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ കറി. എൻ്റെ കൂടെ സലാഡ്. അപ്പോൾ ആദ്യം ഞാൻ ടേസ്റ്റ് നോക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ ആദ്യം ഫസ്റ്റ് കഴിക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് സീമത്തിൻ്റെ അഭിപ്രായം നോക്കാം. അപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്, ഫുഡൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ ഉമ്മനോട് പറഞ്ഞേ, ഉമ്മ എനിക്ക് ബീഫും പുട്ടും വേണം. ഉമ്മ രാത്രി 10 ഉണ്ടാക്കി തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ സിയൻ്റെ അഭിപ്രായം കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. അമ്മ മിണ്ടരുതെന്ന് പറയും അവളോട്. വെളിച്ചെണ്ണയും തേങ്ങാക്കൊത്തിൻ്റെയും ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ വീണ്ടും കാണുന്നവരെ ബൈ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കിച്ചണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, ഗുഡ് നൈറ്റ്.